എനിക്കാണെങ്കിലേ ഭയങ്കര സംശയമുള്ളൊരു കാര്യമാണ്. എന്ത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഹസ്ബൻഡുണ്ട്, കുട്ടികളുണ്ട്. കുട്ടികളുണ്ടായിട്ട് നമ്മളിപ്പോൾ വേറൊരാളോടെ കുട്ടികളെയും കളഞ്ഞിട്ട് ഹസ്ബൻഡിനെയും കളഞ്ഞിട്ട് നമ്മളങ്ങ് പോവുകയാണെന്ന് വെച്ചു. അതെന്ത് കാര്യത്തിനാണ് പോകുന്നതെന്ന് ഞാനങ്ങനെ എപ്പോഴും ചിന്തിച്ച് നോക്കാറുണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിച്ചു. ഇന്നലെയൊക്കെ ആണെങ്കിൽ ഒരാൾ ഒരു പെണ്ണിനെ ഒരു ഓഫീസിനകത്ത് കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിക്കൊന്നു. പിന്നെ വേറെ ഏതെങ്കിലും 2 മക്കളുള്ള കളഞ്ഞിട്ട് ഈ ഈ വേറൊരാളോട് ഓടിപ്പോയി. അയാള് രാത്രി അടിച്ചടിച്ച് കൊന്നു. എന്തിനാ നീ ഇങ്ങനെ ചാവാനായിട്ട് ഈ പെണ്ണുങ്ങളിങ്ങനെ നടക്കുന്നത്? എപ്പോഴും ചിന്തിക്കും ഞാനിത്. എന്താണിത്? എന്ത് ഒരു ഒരു അവസ്ഥയാണ്? എന്താണിനി നമ്മൾ കുട്ടികളും നമ്മളുടെ ഹസ്ബൻഡും തരാൻ പറ്റാത്ത ഒരു സുഖം, ഒരനുഭൂതി എന്താണ് കിട്ടാനുള്ളത്? സത്യം പറഞ്ഞ ചിരി സഹിക്കാൻ പറ്റുന്നില്ല. എന്തനുഭൂതിയാണ് ആ അനുഭൂതി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞിനെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് പ്രസവിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ ചിലപ്പം ആണുങ്ങൾക്കൊന്നും അത്രയ്ക്ക് അറിയില്ല. ചില ആണുങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളെക്കാൾ വേദനയുള്ള ആണുങ്ങളുണ്ട്. അത് ആ ഒരു അവരുടെ ഭാര്യയോട് അത്രയ്ക്ക് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. ഭയങ്കര ഭാര്യയുടെ ഓരോ സങ്കടങ്ങളോ അല്ലെങ്കിൽ ഓരോ വേദനയെ അതിനെയൊക്കെ കൂടുതൽ ആ ഭർത്താവ് തുടിക്കും. പക്ഷേ ഈ ആണുങ്ങളൊക്കെ പോവാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ആണുങ്ങൾക്ക് പൊതുവേ എപ്പോഴും ചില ചില ആണുങ്ങളാണ്, എല്ലാ ആണുങ്ങളെയും അല്ല, പെണ്ണുങ്ങളെ കാണുന്നിട്ട് പോകുന്ന ആണുങ്ങളൊക്കെ ഉണ്ട്. പറയാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനല്ല. നമുക്കൊരു കുടുംബം, ഒരു കുട്ടികൾ, ഭർത്താവിനെ അങ്ങ് വിട്. എത്ര ഭർത്താക്കന്മാരെ വേണമെങ്കിലും നമുക്ക് കിട്ടും. പക്ഷെ കുട്ടികൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ലേ അത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തങ്ങോട്ട് വെച്ചേക്കുന്നതല്ലേ. അതിനെയൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ പോകാൻ മനസ്സ് വരുന്നു എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഭർത്താവ് ശരിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണോ? കുട്ടികളെയും കൊണ്ട് എവിടെങ്കിലും പോയി. ഇവിടെ ഇന്നത്തെ കാലത്ത് ജോലിയാണോ ഇല്ലാത്തത്? ഇഷ്ടം പോലെ ജോലി എല്ലായിടത്തും ഉണ്ട്. എന്ത് ജോലിയും ചെയ്യാം. ഒരു ഹോട്ടലിൽ പോയി പാത്രം കഴുകിയെങ്കിലും ഒന്നും ചെയ്യാൻ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഉള്ള കാര്യം പറയുന്നത്. പാത്രമെങ്കിലും കഴുകി ജീവിക്കാം. 100 നാൾ ജോലി എന്തോ. അപ്പം അളവിൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരുന്നത്. അളവിൽ നമ്മൾ ആഗ്രഹിച്ച് ജീവിക്കുവാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ ജീവിക്കാൻ പറ്റും. പെണ്ണുങ്ങളെ നിങ്ങളെല്ലാം ഒന്നും മാറ്. എന്തിനാണ് ആണുങ്ങളുടെ അടി വാങ്ങി? എന്ത് കാര്യത്തിനാണ്? ശാരീരിക സുഖം ആണോ? ഒന്നുമില്ലാത്തൊരു കാര്യത്തിൻ്റെ പിന്നാലെ രക്തബന്ധങ്ങളെ ഉപേക്ഷിച്ച് പോവാതെ സങ്കടം വരുന്നു ഒരുപാട്. അതുകൊണ്ട് പറയുന്നേ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ചുമ്മാതെ കിടക്കട്ടെ ഒരു വീഡിയോ ആയിട്ട്.